തൃശൂർ മണ്ണുത്തിയിലെ CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിലെ അഴിമതിയിൽ പ്രതിഷേധിച്ച രാജി. നടത്തറ വെസ്റ്റ് മുൻ ലോക്കൽ സെക്രട്ടറി TS ബിജുവാണ് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചത്. നടത്തറ പഞ്ചായത്തിലെ 16-ാം വാർഡ് മെമ്പറായ ബിജു ഇന്നലെയാണ് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത്. ഡിവൈഎഫ്ഐ നേതാവ് നിബിൻ ശ്രീനിവാസൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നാണ് ബിജുവിന്റെ ആരോപണം. ഞാൻ ഇന്നലെയാണ് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചത്. ഞാൻ 2 വർഷകാലമായി CPM-ഉമായിട്ട് നിയമപരമായിട്ടും അതുപോലെ അവരെ ആശയങ്ങളും എതിരായിട്ട് പോരാട്ടം തുടങ്ങി 2 വർഷത്തെ മേലെയായി. കാരണം CPM നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും ജനദ്രോഹമായ നിലയിലേക്കാണ് പ്രതിനിധികളും അങ്ങനെ കുറേ വിഷയങ്ങളുമായിട്ട് CPM-ആയിട്ട് നിരന്തരമായിട്ട് പ്രശ്നങ്ങളുണ്ടായതിൻ്റെ പുറത്ത് 2 വർഷകാലമായി CPM-ആയിട്ട് എതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. നികുതി പണം പിരിച്ചിട്ടുള്ള 1,80,00,000 രൂപയോളം നേരത്തെ നിബി ശ്രീനിവാസൻ സൂചിപ്പിച്ച പോലെ മൂർക്കൻകിരി സർവീസ് സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ പണം ഉപയോഗിച്ച് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഫണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് എടുക്കാൻ പോലും ഡെപ്പോസിറ്റ് 1 രൂപ പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ ആ പൈസ എടുത്ത് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. 1 രൂപ പോലും അതിൽ നിന്ന് എടുത്തിട്ട് വേണ്ട രീതിയിൽ നമുക്കറിയാം ഇവിടെ 17 വാർഡുകളിലുണ്ട്. ആ 17 വാർഡിൻ്റെ റോഡ് പണികൾക്ക് മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ആ ഫണ്ട് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. സാനു കെ സജീവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സാനു, ഈ സഹകരണ സംഘങ്ങളിലെ CPM അഴിമതി കഥകൾ ഇങ്ങനെ തുടരുകയാണല്ലോ. ഇനി അതിൽ പൊറുതിമുട്ടി ലോക്കൽ സെക്രട്ടറി ആയിരുന്ന TS ബിജു ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. നടത്തറയിലെ CPM-ന്റെ ഭരണസമിതികൾ ഭരിക്കുന്ന ഈ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് ഡിവൈഎഫ്ഐ നേതാവും അതുപോലെ തന്നെ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള നിബിനാണ്. നിബിൻ്റെ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അതായത് മുൻ LC സെക്രട്ടറി ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർ സ്ഥാനമാണ്, നടത്തറ പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനമാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. രാജിയുമായി ബന്ധപ്പെട്ടുള്ള കത്ത് ഔദ്യോഗികമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം ഈ രാജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് ബിജു എന്ന് പറയുന്ന TS ബിജു എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പറും മുൻ LC സെക്രട്ടറിയും പറയുന്ന പ്രധാന കാര്യങ്ങൾ ഈ നിബിൻ ഉന്നയിച്ച കാര്യങ്ങളിൽ വസ്തുതയുണ്ട്. നടത്തറ പഞ്ചായത്തിലെ 7 സഹകരണ സ്ഥാപനങ്ങളിലും വലിയ അഴിമതിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നടത്തറ പഞ്ചായത്തിലെ കാർഷികേതര ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടന്നിരിക്കുന്നു. ആ ക്രമക്കേടുകൾക്കെല്ലാം ചുക്കാൻ പിടിച്ചിട്ടുള്ള CPM ആണെന്ന് തന്നെയാണ് ഇദ്ദേഹവും പറഞ്ഞു വെക്കുന്നത്. 12 കോടി രൂപ ഈ ബാങ്കിൽ മാത്രം, ഈ സഹകരണ ബാങ്കിൽ മാത്രം കാണുന്നില്ല എന്നാണ്. അതായത് കണക്കിൽ 12 കോടിയുടെ കുറവുണ്ട്. ആ പണം എവിടെ പോയി എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് TS ബിജുവും രാജിയിലേക്ക് എത്തിയിരിക്കുന്നത്, പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പഞ്ചായത്തിലെ മറ്റ് 6 സഹകരണ സ്ഥാപനങ്ങളിലും സമാന നിലയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു. നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ A4 സൈസ് പേപ്പറിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് അതിൽ ഒരു ഒപ്പിട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ CPM പ്രവർത്തകനാണ് ലോൺ കൊടുക്കുന്ന രീതിയിലേക്ക് നടത്തറയിലെ സഹകരണ സ്ഥാപനങ്ങൾ മാറുന്നു. അത് പാർട്ടി പ്രവർത്തകർക്കെല്ലാം അത്തരത്തിൽ ലോൺ കൊടുക്കുന്നു. അതേപോലെ തന്നെ 68 പ്രകാരമുള്ള അന്വേഷണങ്ങളും നടക്കുന്ന ബാങ്കുകൾ വരെ ഇതിലുണ്ട്. അതിൻ്റെ പേരിൽ സർചാർജ്, അതായത് മുൻ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ സർചാർജ് പോലും ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നടത്തറ പഞ്ചായത്തിലെ സഹകരണ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJP-യും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അനു.